പ്രേമത്തിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ടടാ. പ്രേമം തലയ്ക്ക് പിടിച്ചാൽ ചുറ്റുള്ള ഒന്നും കാണാൻ പറ്റില്ല. ഇന്നല്ലെങ്കിൽ എപ്പോഴെങ്കിലും നിന്നെ ആവശ്യമുള്ളവർ നിന്നെ തേടി വരും. നീ എപ്പോഴാ ഇറങ്ങണേ? ഇപ്പൊ പോണം. ടീം ഹൈവേയിൽ എത്തിയിട്ടുണ്ടാ. നിർത്തിയ പരിപാടിയൊക്കെ വീണ്ടും തുടങ്ങിയാറപ്പോ? നിർത്തിയിട്ടും വലിയ കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലായി. അവള് പോയടാ. പോയി. പോട്ടെ. ഞാനും നിന്റെ പോലെയൊക്കെ തന്നെയാ. എനിക്കും ആരുമില്ല. എനിക്ക് അമ്മയുണ്ട്, പക്ഷെ കിടപ്പിലാണ്. അമ്മയ്ക്കാണെങ്കിൽ ഒരു സഹായത്തിന് ആരെങ്കിലുമൊക്കെ വേണം തന്നെ. എല്ലാവരും പറയായിരുന്നു ഇങ്ങനെ കിടന്ന് നരയിക്കണേക്കാട്ടും നല്ലതാ പെട്ടെന്നങ്ങ് പോകണമെന്ന്. പക്ഷെ എനിക്കൊന്നും അങ്ങനെ ഒരു ചിന്ത ഇതുവരെയും വന്നിട്ടില്ല. ഇപ്പം നീ പോവാണെന്ന് പറഞ്ഞപ്പോൾ ഞാനും ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു പോയി, അമ്മയില്ലായിരുന്നെങ്കിൽ. അങ്ങനെയാണെങ്കിൽ എനിക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോകായിരുന്നല്ലോ അല്ലേ. അമ്മയാണല്ലോ എന്നെ ഇവിടെ പിടിച്ചു നിർത്തണ ആകെപ്പാടുള്ള ഒരാൾ. എടാ, അവൾക്ക് അവളുടെ ജീവിതമില്ലടാ. നീ നിന്റെ ജീവിതം നോക്ക്. അവൾ അവളുടെ ലൈഫിന് വേണ്ടി പോയതല്ലേ. ഇതിപ്പോൾ അവൾക്ക് വേണ്ടി നിർത്തിയിട്ട് അവൾ പോയപ്പോൾ തുടങ്ങിയ പോലെ എനിക്ക് തോന്നണേ. അതാ ഞാൻ പറഞ്ഞത്. ഞാനിപ്പോഴും എവിടെയോ സ്റ്റക്കാ. എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടായാലും ഇതിൽ നിന്നും മാറണം. അതിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ തുടങ്ങിയത്. ഒരു പെണ്ണിന് വേണ്ടി ഇതൊക്കെ നിർത്താൻ പറ്റുകയാണെങ്കിലേ നിന്നെ മാത്രം ആശ്രയിച്ചിട്ട് ആ കട്ടിലെടുക്കണം നിന്റെ അമ്മയ്ക്ക് വേണ്ടി ഒന്ന് നിർത്തിക്കൂടാ. അവൾ വരാൻ പറ്റാത്ത ദൂരത്തൊന്നല്ല പോയിക്കണേ. അവൾ തിരിച്ചു വരുമ്പോൾ അവൾ നോക്കുമ്പോൾ നീ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി നീ നന്നായിട്ടിരിക്കണ്ടേ. അവളെന്തിനാ എന്നെ അക്സെപ്റ്റ് ചെയ്യണം? അവളെൻ്റെ ഫ്രണ്ടല്ലേ. അങ്ങനെ അവൾ പറഞ്ഞ. എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചു. ദൂരം പ്രണയത്തിന് പ്രശ്നമാണെങ്കിലും സൗഹൃദത്തിന് പ്രശ്നമല്ലല്ലോ അല്ലേ. അപ്പോൾ ഓക്കെ ഡിയർ ഫ്രണ്ട്. ഓക്കെ കിട്ടോ.